ലിംഗപുരാണം അനുസരിച്ച് അസുരന്മാർക്ക് ശക്തനായ യോദ്ധാവ് ഉണ്ടായത് ഇപ്രകാരമാണ്. ദേവാസുര യുദ്ധം നടന്നുകൊണ്ടിരിക്കവേ അസുരന്മാർക്ക് പരാജയം സംഭവിച്ചു. തന്റെ വർഗത്തിനുണ്ടായ അപമാനത്തിൽ ദേവകളോട് പ്രതികാരം ചെയ്യാൻ ഉറച്ച മനസ്സോടെ 2 സ്ത്രീകൾ മുന്നോട്ട് വന്നു. ദാനവതി, ദാരുമതി എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. അതിശക്തനായൊരു പോരാളിയുടെ അഭാവമാണ് അസുരന്മാരുടെ പരാജയത്തിന് കാരണമെന്ന് ആ സ്ത്രീകൾ മനസ്സിലാക്കി. ഘോരമായൊരു വനം അവരുടെ ലക്ഷ്യം നിറവേറ്റാനായി തിരഞ്ഞെടുത്തു. അവരുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ദേവനെയാണ് അവർ തിരഞ്ഞെടുത്തത്. കാറ്റ്, മഴ എന്നിവയെ പ്രതിരോധിച്ച് അവർ തപസ്സാരംഭിച്ചു. ബ്രഹ്മാവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. പുത്രന്മാരുണ്ടാകാൻ വരം നൽകിയാലും ദാനവതി, ദാരുമതി എന്നിവർ പാതാള ലോകത്ത് പ്രവേശിച്ചു. ദാനവതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ദാനവൻ എന്ന് അവന് നാമകരണവും ചെയ്തു. ദാരുമതിയും യഥാകാലം ഗർഭം ധരിച്ചു. എന്നാൽ അവൾക്ക് വളരെ ദുസ്സഹമായി ഗർഭകാലഘട്ടം അനുഭവപ്പെടാൻ തുടങ്ങി. കാരണം വരാനിരിക്കുന്നത് അതിശക്തനായ യോദ്ധാവ് തന്നെയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. ദീപാരാധന മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യൂ.